ആര് ഇഞ്ചേർഡ് ആയാലും അവരുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് നമ്മൾ നോക്കും. ഏറ്റവും നല്ല ഹോസ്പിറ്റലിലേക്ക് മാറ്റണം അവരുടെ ഇഞ്ചുറി അനുസരിച്ചിട്ട്. ഒരാളെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റണ്ടേ? അതൊക്കെ അവിടെ ജില്ലാ കളക്ടർമാർക്ക് ഡിസിഷൻ എടുത്തിട്ട് അവർക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ? നിങ്ങൾക്ക് അതാണ് അവസരങ്ങളിൽ ഇനി ഇതിന്റെ പ്രൊസീജിയർ വേറെയാണ്, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊന്നും നിങ്ങൾ നോക്കണം. നിങ്ങൾ ചെയ്തോ, അത് പൂർണ്ണമായി പ്രൊട്ടക്ട് ചെയ്യപ്പെടും. അത് മീറ്റിംഗ്, അത് ഒരു ടെൻഷനും വേണ്ട. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടാവും. എന്ത് കാര്യമുണ്ടെങ്കിലും എന്നെയോ ചീഫ് സെക്രട്ടറിയോ റവന്യൂ മിനിസ്റ്ററോ ഏത് സമയത്തും വിളിക്കാൻ ഞങ്ങൾ പെട്ടെന്ന് ഡിസിഷൻ എടുത്ത് നിങ്ങൾക്ക് തന്നേക്കാം. എന്ത് തന്നെങ്കിലും ഒന്നും നോക്കണ്ട. ഇനിയുള്ള ദിവസങ്ങളും കൂടി വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം IMD പ്രഡിക്ഷൻ അനുസരിച്ച് 6-7 ദിവസങ്ങൾ കൂടി പ്രശ്നമുണ്ട്. പിന്നെ ഒരുപാട് തെറ്റായ പ്രചരണങ്ങൾ ഇങ്ങനെ ക്യാമ്പുകളെ കുറിച്ച് ഒരു കംപ്ലൈന്റും ഇല്ല. അവിടെ ഭക്ഷണം കറക്റ്റ് സമയത്ത് എത്തിക്കാനുള്ള നടപടി ചെയ്യണം. സതീശന് മുന്നില് സഖാക്കള് വീണ്ടും വീണ്ടും ഇക്ഷ ഇമ്മ റ ഇട്ട ബുറ് എല്ലാം വരച്ചോണ്ടിരിക്കുകയാണ്. അത്രമാത്രം ആകെ വഷളായി ചെളിയിൽ കിടന്ന് ഉരുണ്ട് ഒന്നും പറയണ്ട. സഖാക്കളുടെ അവസ്ഥ ഇങ്ങനെയാണ്. മാത്രമല്ല ഇന്നലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സതീശൻ ഹെലികോപ്റ്ററിൽ പോയി, സതീശൻ ബിരിയാണി തിന്നു. ഇതൊക്കെയായിരുന്നു ഇവരെ ചർച്ചകൾ അല്ലേ? എന്നാൽ സതീശന് ഈ 2 ദിവസം മഴ, പലയിടങ്ങളിലും വെള്ളം കയറി, വീടുകളിൽ വെള്ളം കയറി, ചില ഇടങ്ങളിലൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടി വന്നു. അങ്ങനെ പലതും ചെയ്ത് അവിടെ വളരെ സജീവമായ ഇടപെടലുകൾ ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങൾ പെട്ടെന്ന് ടപ്പ ഇനി സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റി അങ്ങനെ മാറ്റി. പൈസ പ്രശ്നമില്ല, എത്ര പൈസ വേണമെങ്കിലും എടുത്തോ, നിങ്ങൾക്ക് ഫുൾ സൗകര്യം. നിങ്ങൾ അതിൻ്റെ പേരിൽ നിങ്ങൾ ക്രൂശിക്കപ്പെടൂല. നിങ്ങൾ ചെയ്യണം, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം. ഒരാളുടെ ജീവന് ഹാനി ഉണ്ടാവുന്ന രീതിയിലാവരുത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിരന്തരമായിട്ട് ഇങ്ങനെ ഈ ഉദ്യോഗസ്ഥരെയും ബാക്കിയുള്ള ആളുകളെയും ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആ മനുഷ്യൻ ഇതിനു വേണ്ടി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സഖാക്കൾ ഇപ്പുറത്ത് നിന്ന് സതീശൻ ബിരിയാണി നിന്ന്, സതീശൻ മറ്റേ ഹെലികോപ്റ്റർ പോയി, സതീശൻ അങ്ങോട്ട് നോക്കി, സതീശൻ ഇങ്ങോട്ട് നോക്കി, സതീശൻ അങ്ങോട്ട് പോകാൻ പാടില്ല, സതീശൻ ഇങ്ങോട്ട് വരണമായിരുന്നു, സതീശൻ അവിടെ പോണമായിരുന്നു. ഇതൊക്കെയാണ് ചർച്ച. എന്തൊക്കെ ചർച്ചയായിട്ട് എന്താ ഈ ചർച്ച ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കോമഡി എന്താണെന്നറിയോ? പിന്നെ ഒരു ചാനലുണ്ടല്ലോ, മറ്റേ എന്താണ്, ന്യൂസ് 18. യെസ്, ന്യൂസ് 18 ചാനല് ഒരു സർവേ നടത്തി. എന്താണ് ഇവരെ 2 കാര്യം, എന്തൊക്കെ കാര്യം? ചോദ്യം എന്താണ്? ചോദ്യം മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയതും അതുപോലെ മുഖ്യമന്ത്രി അവിടെ പോയിട്ട് ബിരിയാണി തിന്നല്ലിട്ട് അവർ പറഞ്ഞ മുഖ്യമന്ത്രി വിരുന്നിൽ പങ്കെടുത്തു എന്നാണ്. വിരുന്നാണോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കുറേ കഴുതകളാണ്. എന്താണെങ്കിലും കുഴപ്പമില്ല, അവർ മാക്സിമം ഇത് സതീശനെതിരെ ഒരു വലിയ എന്താ പറയേണ്ടത് വികാരമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്ററിൽ പോയതും ഭക്ഷണം കഴിച്ചതും നിങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞ വിശദീകരണം നിങ്ങൾക്ക് ശരിയായോ, നിങ്ങൾക്ക് തൃപ്തിയുള്ളതാണോ എന്നുള്ളതാണ് ചോദ്യം. 33,000 ആളുകൾ, 33,000-ലധികം പൈന മോളിൽ പോയിട്ടുണ്ടാവും. ഞാൻ പറയുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് 33,000 ആളുകളാണ് ഇതിൽ പങ്കെടുത്ത് വോട്ട് ചെയ്തിരിക്കുന്നത് ഈ സർവേയിൽ. ആ സർവേയിൽ 76% ആളുകളും പറയുന്നു യെസ്, മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. അവിടെ എന്താ കാര്യം? ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നതോ ഇപ്പം എന്താടാ നിങ്ങൾ ഈ പറയുന്ന ഒരു മന്ദബുദ്ധികളല്ലേ? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഓക്കെ, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാണ്, ശരി. പ്രളയം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ പട്ടിണി കിടന്നോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരുന്ന 2018 പിണറായി വിജയൻ പട്ടിണി കിടക്കായിരുന്നോ? ഭക്ഷണം കഴിച്ചില്ലേ? അവിടെ ഭക്ഷണം ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാ. ഈ സതീശൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ്, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ഓണക്കാലത്ത് ഈ പറയുന്ന ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഒരു അഭിമുഖം കേരളത്തിലെ ഒരു ചാനലിൽ. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഭക്ഷണമൊക്കെ ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്, പക്ഷെ ഞാനൊരു 10-20 വർഷമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വർഷക്കണക്കൊക്കെ ഞാൻ മറന്നുപോയി, ഇത്രയും ആയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കും, എല്ലാ ഭക്ഷണവും കഴിക്കും, പക്ഷെ വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രം. അദ്ദേഹം ഭക്ഷണം കാണുമ്പോഴേക്കും ഏത് ചൂരമീന എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോകുന്ന പരിപാടിയല്ല. എനിക്ക് നെയ്മീനേ എൻ്റെ അണ്ണാക്കിൽ ഇറങ്ങൂ, അങ്ങനെയല്ല.
അദ്ദേഹം എന്ത് കിട്ടിയാലും കഴിക്കും, പക്ഷേ വളരെ കുറച്ച്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം വളരെ സ്ട്രിക്റ്റാണ്. ഒരു ഭക്ഷണക്രമമൊക്കെ കൊണ്ടു നടന്ന് വളരെ ഫിറ്റ്നസ്സിന് വേണ്ടി അദ്ദേഹം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം, ശരീരം തൻ്റെ പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകണമെങ്കിൽ ശരീരം തൻ്റെ കൂടെ നിൽക്കണം. ശരീരം ക്ഷയിച്ചു കഴിഞ്ഞാൽ പൊതുപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അതൊക്കെ വളരെ കൃത്യമായിട്ടാണ്. അപ്പോൾ എന്നാലും ന്യൂസ് 18 സർവേ കൊടുത്തപ്പോൾ അതിൽ ഈ പറയുന്ന 76% ആളുകളും പറയുന്നു മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഞങ്ങൾ മനസ്സിലുണ്ട്. പിന്നെ എങ്ങനെ തൊടാണ്ട് നിൽക്കൂടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ ഇപ്പോൾ 2 ദിവസമാണ് ആകെ മഴ പെയ്തത്, പലയിടങ്ങളിലും വെള്ളം കയറിയത്. ഇപ്പോൾ ഇന്നൊക്കെ എല്ലായിടത്തും വെള്ളം ഇറങ്ങി തുടങ്ങി. ചില ഭാഗങ്ങളിൽ മാത്രം കുറച്ച് മഴ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം ഉണ്ടായ പോലെയുള്ള മഴ കേരളത്തിലെ മിക്കയിടങ്ങളിലും ഇന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി ആ സമയത്ത് എന്താ ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. ആ സമയത്ത് ആദ്യം ഈ പറയുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ കേരളത്തിലെ ജനം കൈയടിക്കുക. അതാണ് ഇപ്പോൾ ഈ സർവേ കാണിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളെ കുറിച്ചുള്ള ആദ്യം അതൊരു സെറ്റപ്പാക്കി ഒരു ഭാഗത്ത്. അത് സെറ്റപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മൂപ്പര് ചിന്തിക്കുന്നത് എന്താണ്, ഇനിയിപ്പോൾ ഇവർ വീട്ടിലേക്ക് പോകുമ്പോൾ വീട് ക്ലീൻ ആക്കണം. കാരണം വെള്ളം കയറിയിട്ടാണല്ലോ ഇങ്ങോട്ട് ക്യാമ്പിലേക്ക് വന്നത്. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോകുമ്പോൾ വീട് ക്ലീൻ ആക്കണം. അപ്പോൾ അതിനൊരു ക്ലീനിങ്ങിനൊരു വലിയ പ്രശ്നമുണ്ട്. ഒരു പൈസ വേണം, കുറച്ച് പണിയെടുക്കണം. അപ്പോൾ ഒരു ആശ്വാസം 10,000 റുപ്യ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഗൃഹനാഥം പണിക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ പണിക്ക് പോകേണ്ട 2 ദിവസം നിങ്ങളിത് ക്ലീൻ ആക്കിയിട്ട് നിങ്ങൾ വീട്ടിൽ മര്യാദക്ക് കയറി താമസിക്കുക. അപ്പോൾ 2 ദിവസം പണിക്ക് പോകുന്ന കൂലി കൂടി 10,000 റുപ്യ. നിങ്ങൾ ഭക്ഷണം കഴിക്കുക, നിങ്ങൾ നന്നായിട്ട് സേഫായിട്ട് ഇരിക്കുക, അതിന് വേണ്ടി ഒരു 10,000 റുപ്യ. അപ്പോൾ സതീശൻ ഇതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. ഇത് കിട്ടുമ്പോൾ ജനങ്ങൾ ഇതിനല്ലടോ ആഗ്രഹിക്കുന്നത്. ഗവൺമെൻറ് എന്തിനാ? ഗവൺമെൻറ് തന്നെ വെറുതെ ദുരിതാശ്വാസ ക്യാമ്പിൽ പോയിട്ട് അവിടെ ഹായ് ബായ് പറഞ്ഞാൽ പോരാ. ജനങ്ങൾക്ക് എന്താ വേണ്ടത്? ജനങ്ങൾക്ക് പണമാണ് വേണ്ടത്, ചേർത്ത് നിർത്തലാണ് വേണ്ടത്. അത് ഈ രീതിയിലാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കണം. കാരണം ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, മിക്ക വീടുകളിലും ഗൃഹനാഥന്മാർ പണിക്ക് പോയി വന്ന് ആ കിട്ടുന്ന കൂലിയിലായിരിക്കും ഈ കുടുംബം പോയിട്ടുണ്ടാകുക. അപ്പോൾ 2 ദിവസം ലീവായി. ഓൾറെഡി ദുരിതാശ്വാസ ക്യാമ്പിൽ 2 ദിവസം പോയി, 3 ദിവസം പോയി, അല്ലെങ്കിൽ 4 ദിവസം പോയി. വീട് ക്ലീൻ ആക്കിയാലേ വീട്ടിലേക്ക് കയറി കിടക്കാൻ പറ്റുള്ളൂ. വീട്ടിൽ ചെന്നാലാ എല്ലാം ഒന്ന് തർത്തീബാകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ പോകണം, ക്ലീൻ ആക്കണം. അപ്പോൾ എന്താക്കണം? 2 ദിവസം അതിന് വേണ്ടി മെനക്കിടണം. അപ്പോൾ സതീശൻ പറഞ്ഞു, ശരി നിങ്ങൾ മെനക്കിട്ടോ, കുഴപ്പമില്ല, നിങ്ങൾക്ക് 2 ദിവസത്തെ കൂലിയല്ലേ, 10,000 റുപ്യ വെച്ചോളി. അതാണ് ചേർത്ത് നിർത്തല്. ഇത് കാണുമ്പോൾ ജനം കൈയടിക്കുക. അപ്പോൾ ഇവർ സർവേ നടത്തുമ്പോൾ ജനം പറയും, മുഖ്യമന്ത്രി പറയണത് ഞങ്ങൾക്ക് ഇവരിപ്പുറത്ത് നിന്ന് ബിരിയാണി തിന്ന് ഹെലികോപ്റ്റർ. എന്നാടാ പൊട്ടന്മാരാ നിങ്ങളിങ്ങനെ? ഒരു പ്രതിപക്ഷം ആകുമ്പോൾ ഒരു പ്രതിപക്ഷം പോകുന്ന രീതിയിൽ പോണ്ടേ? പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ സർക്കാരിൻ്റെ വീഴ്ചകളാണ് കാണിക്കേണ്ടത്. അല്ലാതെ ഒന്ന് വേറെ കാര്യമുണ്ട്. ഇവറ്റൊക്കെ പറഞ്ഞിട്ട് ഈ സതീശൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലല്ലേ കാര്യമുള്ളൂ. ഇതൊന്നും കിട്ടണില്ല. ഇപ്പം എന്താ ചെയ്യണേ? വല്ലാത്തൊരവസ്ഥ. സതീശൻ പറയും ഞാൻ ഒപ്പമുണ്ട്, പരിക്ക് പറ്റിയ ഇനിയിപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ തിരക്കാണ്, സൗകര്യം കുറവാണ്, അല്ലെങ്കിൽ തിരക്ക് കൂടുതലാണ്. കാരണം കാലവർഷമാണ്, പനി ഒരു ഭാഗത്ത്, മറ്റേതൊരു ഭാഗത്ത്, അങ്ങനെ എല്ലാം ആളുകളുണ്ട്. അപ്പോൾ ഇനി അവരെ പ്രൈവറ്റ് സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോ, പണം എത്ര വേണ്ടത് എടുത്തോ, അലോട്ട് ചെയ്യന്നെ, അങ്ങോട്ട് കൊടുക്കന്നെ, കാര്യങ്ങൾ നടക്കട്ടെ, പണം പോയി പവർ വരട്ടെ എന്ന് പറഞ്ഞ മാതിരിക്ക് സതീശൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും മരണപ്പെട്ടോ, ഇപ്പോൾ ഈ പ്രളയം കാരണം ആരെങ്കിലും അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടോ, അപ്പോൾ അവർക്ക് കുടുംബത്തിന് 8 ലക്ഷം റുപ്യ, 8 ലക്ഷം റുപ്യക്ക് പുറമെ 10,000 റുപ്യ എന്തിന്? സംസ്കാര ചടങ്ങുകൾക്ക്. സതീശൻ അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുക. അപ്പോൾ സഖാക്കൾ ഇവിടുന്ന് കുരു പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഖാക്കളുടെ കുരുപൊട്ടൽ അതിനേക്കാളും വലിയ കുരുപൊട്ടൽ എന്ന് പറഞ്ഞാൽ ഇമാതിരി കുരുപൊട്ടലെന്ന് എന്താ ഇപ്പം ചെയ്യണേ? അതിൽ ചില ആൾക്കാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, സഖാക്കൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തെ അങ്ങ് ശപിച്ചങ്ങോട്ട് കൊല്ലാന്നാണ് ഇവർ കരുതുന്നത്. ശപിച്ച് ഭസ്മമാക്കാം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി. നിങ്ങളെൻ്റെ പുറകിൽ കാണുന്നുണ്ടാവും. ഞങ്ങൾ ഇറങ്ങില്ല, നന്ദി കെട്ട ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങൂല. എന്താ ഈ നന്ദികേട്? വിജയനെ നല്ല ചുട്ട പട കൊടുത്തിട്ട് അട്ടി ഇറക്കി. അപ്പം ഞങ്ങൾ ഇറങ്ങൂല, നിങ്ങൾ നന്ദി കെട്ടവരാണ്, ഞങ്ങൾ ഇറങ്ങൂല. അപ്പം മറ്റൊരുത്തൻ പറയാണ്, നന്ദി കെട്ടവർക്ക് വേണ്ടി മഴ നനയരുത് സഖാക്കളെ. പ്രാദേശിക പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ അനുഭാവികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുക. ഇത് പാർട്ടിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം സഹായിച്ചാൽ മതി, ബാക്കിയുള്ളവരൊന്നും സഹായിക്കണ്ട. ഇവരൊക്കെ നന്ദി കെട്ടവന്മാരാണ്.
ഒന്ന് പോയില്ലടോ അവിടുന്ന്. നിങ്ങളെ ആരവിടെ നോക്കിയിരിക്കണേ? നിങ്ങൾക്ക് കൂടിയാടാ സഖാക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ. നിങ്ങൾക്ക് കൂടി മര്യാദക്ക് സുരക്ഷിതമായിട്ടിരിക്കണമെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ വേണോ, ജനങ്ങളുടെ കൈസഹായം വേണോ? എന്നിട്ടാണ് നിങ്ങൾ ബാക്കിയുള്ളവരുണ്ടാക്കാൻ പോണത്. ചിലക്കാണ്ട് പോയിനടോടുന്ന്. ഈ കേരളത്തിന് സമൂഹത്തിന് ഇന്ന് അങ്ങനത്തെ ഭയമില്ല. കാരണം എന്താ അറിയോ, സതീശനാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്നാ പറയുന്നത്. സതീശനാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി. ആ കരുത്ത് ഇന്ന് കേരളത്തിന് ജനങ്ങൾക്കുണ്ട്. ആ കരുത്തിന് പുറത്ത് ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞങ്ങൾ ഇറങ്ങൂല, നിങ്ങൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇത് മൂക്ക് കൂടെ പോകും. എൻ്റെടാ അവിടെ മന്ദബുദ്ധികളാകല്ലടാ ദയവ് ചെയ്തിട്ട്. ജനങ്ങൾ വെറുത്തിട്ടാണ് നിങ്ങൾ ഇറക്കി വിട്ടത്. ആ വെറുപ്പ് ഇനിയും ഇരട്ടിപ്പിക്കല്ലേ. ജനങ്ങളുമായി ഇടപഴകി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ വെറുപ്പിൻ്റെ ഒരു ആഘാതം കുറുക്കുവാനുള്ള എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് നോക്കി. അല്ലാതെ ജനങ്ങളുടെ വെറുപ്പ് ഇനി ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടല്ലേ. എന്തിനാടാ നിങ്ങൾ? നിങ്ങളെ വിഷമം ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥ തന്നെ. വല്ലാത്തൊരു എന്താപ്പം ചെയ്യാന്ന്. എന്ത് ചെയ്താലും പൊളിഞ്ഞടുങ്ങാണ്. രാവിലെ വെക്കും, വൈകുന്നേരം ആകുമ്പോൾ പൊളിച്ചടുക്കും സതീശൻ. ഇതാണ് അവസ്ഥ. എന്ത് ചെയ്താലും കയ്യുമെന്ന് പോവുകയാണ്. അല്ല ഇപ്പം നിങ്ങൾ നോക്ക്, സതീശൻ ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് നിരന്തരം ഇടപെടും. എന്താ അവിടെ ചെയ്യണേ, എന്താ ഇവിടെ ചെയ്യണേ, എന്താ അവിടുത്തെ അവസ്ഥ, അവിടെ ഇങ്ങനെ എന്താ അവസ്ഥ, ഇനി എന്തെങ്കിലും വേണോ, ഇനി എന്താ ആക്കേണ്ടത്, ആശുപത്രിയിൽ എന്താ അവസ്ഥ, അവിടെ എന്താ അവസ്ഥ, സൗകര്യം, ചികിത്സ, മറ്റുള്ളത്, വീട് പൊളിഞ്ഞത്, മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ മനുഷ്യൻ കടന്ന് പായ. ഹൈസ്, ഇത് കാണുമ്പോൾ കേരളം നമ്മളും കൈയടിക്കൂലടോ. എന്നാ മുഖ്യമന്ത്രിയാ അല്ലേ? നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ പ്രതീക്ഷക്കനുസരിച്ച് ഇങ്ങനെ ഉയർന്ന്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഇന്നലെ അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ത്? 4 ലക്ഷമുള്ള 6 ലക്ഷം ആക്കി. ഏത്? ഈ വീട് തകർക്കുന്നവർക്ക് വീട്. അപ്പോൾ ഇത് എത്ര കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 4 ലക്ഷം റുപ്യക്ക് എന്ത് വീട് വെക്കാൻ പറ്റും? 6 ലക്ഷം ആക്കി 2 ലക്ഷം വർദ്ധിപ്പിച്ചു. വലിയ ആശ്വാസം. ആശ്വാസങ്ങളാണല്ലോ വേണ്ടത്. ദുരന്തങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളിലും നമുക്ക് ആശ്വാസങ്ങളാണ് വേണ്ടത്. അത് നമ്മളെ വീണ്ടും ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുവാനുള്ള വലിയ ഒരു പ്രചോദനമാകും അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് ഓരോരുത്തർ, എനിക്ക് സതീശനുള്ള ഒരു പ്രത്യേക ഇഷ്ടം തരും. മനുഷ്യന് ജനങ്ങളുടെ മനസ്സ് ഉള്ളറിഞ്ഞിട്ടാണ് ഓരോ തീരുമാനങ്ങളും പറയുന്നത്. ജനങ്ങൾ ആ മനുഷ്യന് അത്രമാത്രം അറിയാം. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച കാരണം ജനങ്ങൾ ആ മനുഷ്യന് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, പ്രളയം വരുന്നു. പ്രളയം എന്ന് പറഞ്ഞാൽ വലിയ പ്രളയമൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും ഒരു ഫ്ലാഷ് ഫ്ലഡ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രളയം വരുന്നു. ഉടനടി വീട് നഷ്ടപ്പെട്ടവനെന്താ 4 ലക്ഷം കൊണ്ട് എന്ത് വീടുണ്ടാക്കാൻ? എന്നാൽ പിന്നെ ഒരു 6 ലക്ഷം ആയിക്കോട്ടെ, സമാധാനം, ഒരാശ്വാസം. 6 ലക്ഷം കിട്ടിയല്ലോ. മറ്റേ 4 ലക്ഷം കിട്ടുമ്പോൾ അവൻ്റെ ഉള്ളിൽ തീയ. ഈ 4 ലക്ഷം കൂടി ഞാൻ എന്ത് നക്കാപ്പിച്ച, എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഒരു 2 ലക്ഷം കൂടി കൂടിയപ്പോൾ സമാധാനം. 4 ലക്ഷം ഉണ്ടായത് 6ആയി. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് നോക്കാം എന്നുള്ള അവസ്ഥയായി ജനങ്ങൾക്ക്. അപ്പോൾ ഇതാണ് ജനങ്ങളുടെ ഉള്ളറിഞ്ഞിട്ട്. അപ്പോൾ സ്ഥലവും, ഇനിയിപ്പോൾ ഒരു സ്ഥലവും വീടും എല്ലാം നഷ്ടപ്പെട്ട് ഇനി പുതിയ വീട് വെക്കണ പുതിയ സ്ഥലം വാങ്ങണം. അപ്പോൾ അങ്ങനത്തെ ആക്ക് 12 ലക്ഷം, 10 ലക്ഷം ഉണ്ടായിരുന്ന 12 ലക്ഷം. അവനക്കും ഒരു ആശ്വാസം. സമാധാനം തന്നെ. ഇതല്ലാണ്ട് പിന്നെ എന്താടാ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? പിന്നെ മുഖ്യമന്ത്രി പട്ടിണി കിടക്കണോ? അയാൾ ഞാൻ പറഞ്ഞത് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് അതാണ് സതീശൻ കഴിക്കേണ്ടത്. കാരണം അയാൾ നമ്മുടെ നായകനാ. ആ മനുഷ്യൻ നല്ല ആരോഗ്യവാനായിട്ട് നമുക്കിടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് എന്തൊക്കെ വേണോ അതൊക്കെ കഴിക്കണം. അദ്ദേഹം നന്നായിട്ട് കഴിക്കണം. അതാണ് വേണ്ടത്.